നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടിയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് സൗദി അറേബ്യ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മാത്രം വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ അറസ്റ്റിലായത് 56 ലക്ഷം വിദേശികളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതായത് കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ മാത്രം വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ അറസ്റ്റിലായിരിക്കുന്നത് 56 ലക്ഷം വിദേശികളാണെന്ന് കണക്കുകൾ. റെസിഡൻസി വിസ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, അതിർത്തി രക്ഷാ നിയമങ്ങൾ എന്നിവയുടെ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായവരിൽ മിക്കവരും. ഇങ്ങനെ അറസ്റ്റിലായവരിൽ ഗുരുതര കുറ്റങ്ങൾ ചെയ്ത 15 ലക്ഷത്തിലേറെ പേരെ സ്വന്തം നാടുകളിലേക്ക് കയറ്റിയച്ചതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. 2017 നവംബർ മുതലുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കാലയളവിൽ 56,15,884 വിദേശികൾ വിവിധ കുറ്റങ്ങൾ സൗദിയിൽ പിടിയിലായി. മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയം, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള 19 മന്ത്രാലയങ്ങളുടെയും സർക്കാർ ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് ഇത്രയും നിയമലംഘകരെ പിടികൂടിയത്. ഇവരിൽ 15,83,667 പേരെ സൗദിയിൽ നിന്ന് നാട് കടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 3 വിഭാഗം കുറ്റകൃത്യങ്ങൾക്കാണ് ഇത്രയും പ്രവാസികൾ പിടിയിലായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വിസ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. 43,04,206 പ്രവാസികളാണ് വിസ നിയമലംഘനങ്ങൾക്ക് പിടിയിലായത്. 8 ലക്ഷത്തിൽ പരം പേർ തൊഴിൽ നിയമലംഘനങ്ങൾക്കും 5 ലക്ഷത്തിൽ പരം പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിയിലായിട്ടുണ്ട്. തെക്കൻ അതിർത്തിയിലൂടെ സൗദിയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചതാണ് 1,16,908 പേർ പിടിയിലായത്. ഇവരിൽ 51% പേർ എത്യോപ്യൻ സ്വദേശികളും 43% പേർ യമനി സ്വദേശികളുമാണെന്ന് കണ്ടെത്തി. ബാക്കി 6% മാത്രമാണ് നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ പിടിയിലായ മറ്റു രാജ്യക്കാർ. ആവശ്യമായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിനിടെ 9,508 പേർ പിടിയിലായതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് യാത്രാ താമസ സൗകര്യങ്ങൾ നൽകിയതിന് 8,222 പേരാണ് പിടിയിലായത്. ഇവരിൽ 2,766 പേർ സൗദി പൗരന്മാരാണ്. ഇതിൽ 2,761 പേർ ശിക്ഷിക്കപ്പെട്ടു. 5 പേർ ഇപ്പോഴും വിചാരണ നേരിടുകയാണ്. 49,984 പുരുഷന്മാരും 3,962 സ്ത്രീകളും ഉൾപ്പെടെ 53,916 പ്രവാസികൾ നിയമലംഘനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട് താൽക്കാലിക തടവ് കേന്ദ്രങ്ങളിൽ കഴിയുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനങ്ങൾക്കായി പിടിക്കപ്പെട്ടവരിൽ 7,14,208 പേരിൽ നിന്ന് പിഴ ഈടാക്കി. ഇത്തരത്തിൽ 1 ലക്ഷത്തിലേറെ പേർ നിയമലംഘന കേസുകളിൽ യാത്രാരേഖകൾ നൽകുന്നതിനായി ബന്ധപ്പെട്ട എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും കൈമാറിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.